guys, assalamu alaikum, welcome back to my channel. So yeah, guys, അപ്പോൾ ഞാനിപ്പോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അനാർ പൊളിച്ചോണ്ടിരിക്കുക. മലയാളത്തിൽ എന്താ പറയണേ അനാറ്? മാതളം മാതളം ആണ് പറയണ. അനാർ ഈസ് ഹിന്ദി, അത് ഇംഗ്ലീഷ്. ഞാൻ മലയാളത്തിലാണ് ചോദിച്ചത്. മാതളം, ഓക്കെ, അതാണ്. തെറ്റുണ്ടെങ്കിൽ സോറി. അപ്പോ ഞാൻ അത് അറിഞ്ഞുകൊണ്ടിരിക്കുക, പൊളിച്ചോണ്ടിരിക്കുക. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ബിക്കോസ് കയ്യിൽ കരയാവും. ഞാൻ ലാസ്റ്റ് വ്ലോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയ്യിൽ കരയാവും എന്ന് നോക്കിക്കൊണ്ടിരുന്നു, അത് ആ മൂലക്ക് തന്നെ ഇരിക്കും. അതുകൊണ്ട് കരയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് പൊളിച്ചോണ്ടിരിക്കണത്. ഇത് നമ്മുടെ മുതലാളിക്ക് കഴിക്കാനാണ്. അവിടെ സോഫയിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് ഒന്ന് കട്ടാക്കി കൊടുത്തിട്ട്, ഇത് മിഡ് ഡേ മീലായിട്ടാണ് ഇപ്പൊ ഫ്രൂട്ട്സ് കൊടുക്കണത്. ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് നട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഓട്സ് ആണ് ഉണ്ടാക്കി കൊടുത്തത്. ഞാനും അത് തന്നെ കഴിച്ചു. എബുന് ഞാൻ അത് കൊടുക്കാൻ നോക്കി, പക്ഷെ എബുന് ഒട്ടും ഇഷ്ടമായില്ല, ബിക്കോസ് അതിൽ മധുരമൊന്നും ഇല്ലല്ലോ. അപ്പോ അവനത് കഴിച്ചില്ല, ഇച്ചിരി കഴിച്ചവൻ നിർത്തി. ഇപ്പൊ അവൻ ഫ്രഷ് ആയിട്ട് ഉറങ്ങണയാണ്. അപ്പൊ ആ ടൈമിൽ ഞാൻ വിചാരിച്ചു ഉച്ചത്തേക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാന്ന്. സോനോടെ ചീര അറിഞ്ഞുകൊണ്ടിരിക്കുക. ചീര ഈസ് മൈ ഫേവറേറ്റ്. എനിക്കിഷ്ടമാണ്, എല്ലാ ടൈപ്പ് ചീര എനിക്കിഷ്ടമാണ്. അപ്പോ അതറിഞ്ഞുകൊണ്ടിരിക്കുക സോനു. ഇത് ഇടുമ്പോ ഏതെങ്കിലും പഴയ ഡ്രസ് ഇടണം ഇത് ചെയ്യുമ്പോ, ബിക്കോസ് ഭയങ്കരമായിട്ട് തെരിക്കും ഇത്, കരയൊക്കെ എനിക്ക്. ഇതിന്റെ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. രണ്ട് സൈഡ് ഇങ്ങനെ കട്ടാക്കിയിട്ട് മറ്റേ ഇതിലിട്ട് അടിക്കണത്. പക്ഷെ അതാകുമ്പോ ഒന്നുകൂടെ കൈയൊക്കെ നശിക്കും. അതുകൊണ്ടാണ് എനിക്ക്. ഞാനിപ്പോ പൊളിച്ചു കഴിഞ്ഞ് കയ്യിൽ മൊത്തം കര ആവാനുള്ള എല്ലാ വകുപ്പും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോ കര ആവാതിരിക്കട്ടെ. ഫൈൻ, കുഴപ്പമില്ല, ക്ലീൻ ആയിരിക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിവുകളായിരിക്കും കരമൊക്കെ ആവാൻ. അപ്പൊ നമുക്കിത് കുഞ്ഞു വാവൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് നമുക്ക് അടുത്ത പരിപാടികൾ കൊടുക്കും. ഒരു ബൗളായി, ഒരു ബൗളല്ല, 3/4. So let's go and give him, right? Guys, ഇവിടെ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടാ വന്നത്. ആളെ കാണുന്നില്ല. ഐ ഡോണ്ട് നോ വെരി ഹീസ്. നമുക്കിത് പിടിച്ചോട്ട് ഞാനിത് കിഴക്കമ്പലം മൊത്തം ഭാഗ്യം. ഞാൻ വിചാരിച്ചു ഇത് പിടിച്ചോട്ട് കിഴക്കമ്പലം മൊത്തം നടക്കേണ്ടി വരുമെന്ന്. നടക്കാൻ വേണ്ടി മിഡ് ഡേ മീൽ അനാർ. ഇത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ് ആക്ച്വലി. പക്ഷെ ഇഷ്ടമില്ലാന്ന് ഇതാ തൊടാതിരുന്ന ആ മൂലൊക്കെ ഉണങ്ങിപ്പോവും. ബിക്കോസ് കൈ മൊത്തം കരയാവും, ചെയ്യണോന്ന് ആസ്വദിച്ച് കഴിക്കണില്ല. എനിക്ക് തന്നെ ഒരു സ്പൂൺ. ഇത് എന്താന്ന് ചോദിക്കുമ്പോ സോനു പ്രോപ്പർ പറഞ്ഞില്ല. മാതളം ലമ്മില്ല, മാതളം. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ് ഗൈസ്. എനിക്ക് ആക്ച്വലി ഐ ഓൾവേസ് അനാർ എന്ന് പറഞ്ഞിട്ട് അത് ശീലായി. മതളം. എന്ത് വെയിലൊക്കെ, പൊരിഞ്ഞ വെയിലാവാ, ഭയങ്കര ചൂട്. നമ്മുടെ പുതിയ വണ്ടി ഇരിക്കണ, ഇത് 3 വണ്ടി ഒരു സെയിം കോംബോ പോലെ, കോംബോ ആയിട്ട് കിട്ടിയ പോലെ ഉണ്ട്. ബ്ലാക്ക് സിൽവർ കോമ്പിനേഷൻ. ബൈക്ക്, സൈക്കിൾ, പൊടി പിടിച്ചിരിക്കണല്ലേ. ഇവിടെയൊക്കെ നമ്മള് പെയിന്റ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. ഒന്ന് സെറ്റാക്കി പെയിന്റ് ഒക്കെ ചെയ്യണം. ഇത് കാണിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല, ബിക്കോസ് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബേബി അത് സെറ്റ് ചെയ്ത് വെച്ചത്. ഞാൻ പൊരിഞ്ഞ വെയിലിപ്പൊ കൊണ്ടോണ്ടിരിക്കുക. ഈ ഫ്ലവേഴ്സ് ഒക്കെ കാണിക്കുമ്പോ ഒരു സന്തോഷം എനിക്ക്. അടിപൊളിയല്ലേ? ഇപ്പൊ ഒന്നും നമുക്ക് കാണിക്കാറായിട്ടില്ല, കൊറേ ഇനിയും കുറയാനുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബേബി ഹൗസ് എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കാണിക്കും.
So okay, let me go to the kitchen. ഈ റോബസ് നമ്മൾ വെക്കണ കൊണ്ടിട്ട് മറ്റൊരു കുഞ്ഞു കുഞ്ഞു പ്രാണി പോലത്തെ വരും വറുക്കാൻ. അത് റോബസ്റ്റിനോ വരണം. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. പുളിപ്പ് എന്ന് പറഞ്ഞാൽ തിന്നാൻ പറ്റൂല. ജ്യൂസ് എന്നെ ആക്കണം. പുളിപ്പാണ്, ഭയങ്കര പുളിപ്പ്. അപ്പൊ ഞാൻ ആദ്യം ഓറഞ്ച് കൊടുക്കാന്നാ വിചാരിച്ചേ, പക്ഷെ അത് എടുക്കാൻ പറ്റൂല. അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്ര പുളിപ്പ്. സോ അപ്പോ ഇവിടെ മിഡ് ഡേ മീൽ കൊടുത്തു കഴിഞ്ഞു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ലഞ്ച് പ്രിപ്പറേഷൻ. അപ്പൊ അജിത് ആന്റി വരുമ്പോ ഞാന് അയ്യോ അതിന്റെ പേരെന്താ, അതും മാതളാണല്ലോ. സോന ഇങ്ങോട്ട് വരാനാണോ? ഓ ചീര കണ്ട. ഇത് ഒരു ലോഡ് ചീരായിട്ട് തോന്നും, പക്ഷെ വേവുമ്പോ എനിക്കുള്ളതേ ഉണ്ടാവുള്ളൂ ഗൈസ്. അപ്പോ സോന ചീര വെക്കാൻ പോവാൻ അതിനുള്ള അനിയൻസ് ആൻഡ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അപ്പുറത്ത് സോന ചീര ഉണ്ടാക്കും, അപ്പുറത്ത് ഞാൻ അയ്യോ ഇതും മാതളാണില്ല, മാതള മീൻ ഫിഷ്. What this fish is called? മാതളല്ലേ ഈ ഫിഷ്? ഈ ഫിഷിന്റെ പേരെന്താ? ഓ ഗോഡ്, ചറിഞ്ഞു പോയല്ലോ. ബേബി ഈ ഫിഷിന്റെ പേരെന്താന്നറിയോ? നങ്ക്. നമ്മള് ബേരയിൽ പറയണാണെങ്കിൽ നങ്ക് ഗൈസ്. ഇവിടെ മലയല്ലേ എനിക്ക് അറിഞ്ഞു. ഏത് ഫിഷാന്ന് പറയാന്ന് ഭയങ്കര അറിയണ പോലെ ഫിഷിനെ പറ്റി. മീനിന്റെ എന്തോന്ന് കഴിച്ചു ഇന്ന് തൊടുന്നത് മൊത്തം മാന്താടി. ഇത് മാന്തൽ, അത് മാന്തല്, മൊത്തത്തിലൊരു മാന്തലാണ്. ഇവിടെ ഫിഷിനെ പറ്റി ആർക്കും ഒരു ഐഡിയ ഇല്ല ഗൈസ്. ബേബി എന്തെങ്കിലും ഫിഷ് വേണമെന്ന് നമ്മ വെക്കും, ദാറ്റ്സ് ഇറ്റ്. എനിക്ക് മത്തി, അയില, എടഞ്ചി, എട്ടി, നങ്ക്, നമ്മൾ നങ്ക് എന്നൊക്കെ പറയണം, അതൊക്കെ അറിയാം. പിന്നെ ഈ മലയാളം എനിക്ക് അറിഞ്ഞൂടാ. ഈ ബേബി ചില ടൈമിൽ കഷ്ണ മീൻ കട്ടിയുള്ള കൊണ്ടുവരും. അതൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഫീൽ ലൈക്ക് ഈറ്റിംഗ് ചിക്കൻ കഴിക്കണം പോലെയാണ് ഒരു ഫീൽ. അപ്പൊ അപ്പൊ ഇനി മിണ്ടാതിരിക്കണം ലഞ്ച് ആവണം വരെ അവിടെ പോയി. എന്താ പറയാ എടുക്കും കഴിക്കും. ഇതെന്റെ ക്യാമറ എല്ലാം എടുത്തുണ്ടോന്ന് വെച്ചേക്കുന്നത്? അതിന്റെ ഫുള്ളാണ്. ഫുള്ളാണ് എന്റെ ക്യാമറ. സമാധാനത്തിൽ ഇരുന്നിട്ട് വേണം എനിക്ക്. ക്യാമറ ലെൻസിൽ എന്തൊക്കെ ഓടി കളിക്കണ്ടല്ലോ. ഓടി കളിക്കണ്ടോ? എന്താണ് ഉള്ളിലാ? അല്ലല്ല പുറമേന്ന് കുഞ്ഞൊരു സാധനം. സാധനം തന്നെ കാണിച്ചു തരാം. ഓ ഇങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ എല്ലാരും ഡയറ്റ് ചെയ്യൂ ഗൈസ്. കണ്ടില്ലേ അങ്ങനെ വെറുതെ ഡ്രസ് കഴിക്കരുത്. ഫ്രൂട്ട്സ് കഴിച്ചില്ലേ, അപ്പൊ അത് ഈവനിങ് കഴിക്കാൻ പാടൂ. എന്തൊക്കെ കാണിച്ചേ? അവിടെ ഒരു സുഖമില്ല. ഇങ്ങോട്ട് കാണിച്ചേ നിങ്ങ. ഇതെന്താണ്? യാ ആപ്രിക്കോട്ട്. ബേബി തന്നെ പറയട്ടെ. അതെന്റെ ബ്രദറുടെ ഫേവറേറ്റ് ആണ്. യാ വാൾനട്ട്സ് എനിക്കിഷ്ടമല്ല. എല്ലാം പ്ലെയിൻ ആണ് കേട്ടോ. ഈ സോൾട്ട് ആഡഡ് അല്ല, എല്ലാം പ്ലെയിൻ ആയിട്ട്. പ്ലെയിൻ ആണ്, റോസ്റ്റഡും അല്ല. പ്ലസ് അത് പ്ലെയിൻ ആയിട്ട്. ഞാൻ എബുന് പൊടിക്കുമ്പോ റോസ്റ്റ് ആക്കും. ബദാം, കാഷ്യൂ, പിന്നെ പിസ്ത, ഇതുപോലെ ഷെല്ലില്ലാത്തത്, എല്ലാം പ്ലെയിൻ ആണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ദിസ് ഇസ് സോ ഗുഡ്. സോഫ്റ്റ് ആയിട്ട് ഇപ്പൊ ഒരെണ്ണം കഴിക്കണം അല്ലേ? അടിപൊളിയല്ലേ അത്? ഞാൻ വിചാരിച്ചു ഒരെണ്ണം എടുത്ത് കഴിക്കാൻ പോണെന്ന്. ചട്ടിയിലാണ് വെക്കാൻ പോകുന്നത്. ചട്ടി റെഡി ചൂടായിട്ടുണ്ട്. ഇനി ലെറ്റ്സ് കുക്ക്.
ഇപ്പൊ ഓയിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് വേണം ഒഴിക്കാൻ. ബിക്കോസ് ഈറ്റിംഗ് ഹെൽത്തി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണല്ലോ ഇപ്പൊ. അപ്പൊ ഇച്ചിരി ഓയില് വേണം എല്ലാം ഉണ്ടാക്കാൻ. കൊറേ ചാറില്ല, കുറച്ച് മീനുണ്ട്, ചാറ്. ഓക്കെ, കടുകൊക്കെ പൊട്ടിക്കണം. അതിന് മുമ്പ് എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇനി തേങ്ങ വേണം അല്ലേ അതിന്? അപ്പൊ തേങ്ങ ചെറുതാന്നുള്ള എനിക്ക് വേണ്ടല്ലോ. ഇതൊക്കല്ലേ ചീരക്കല്ലേ? ഞാൻ വിചാരിച്ചു ഫിഷിനാണ്. ചീരക്ക് തേങ്ങ വേണ്ട. ചീരക്ക് വേണം, ഓഫ്കോഴ്സ്. എനിക്ക് ചീരക്ക് തേങ്ങ വേണ്ട. എനിക്ക് തേങ്ങ ഇടാതെ ഉള്ളൊന്നും ഇഷ്ടമല്ല. ഈ ഡബ്ബകളൊക്കെ ഒന്ന് മാറ്റണം. കുറെ ദിവസമായി വിചാരിക്കണം. ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കും, മറന്നു. ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കണം. എനിക്ക് തേങ്ങ ഇടാത്ത ഉലത്ത് ഒന്നും ഇഷ്ടമല്ല. എനിക്ക് തേങ്ങ ഇട്ടിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോ പിള്ളേർക്ക് എക്സാംസ് ഗോയിങ് ഓൺ ഗൈസ്. അപ്പോ കുഞ്ഞ് എക്സാം 20 മാർക്സിന്റെ. എല്ലാ എക്സാമിനും മാർച്ചിൽ വരുന്നുണ്ട്. മാർച്ചില് നോമ്പാണ്. സോനുണ്ട്, വിദ്യയായിരിക്കും. സോനു സൈബിന്റെ അടുത്ത് സോനു ഇരുന്നില്ലെങ്കിൽ സൈബ് പഠിക്കേ ഇല്ല. അത് വേറെ വിഷയം. ഓ ഗോഡ്, ഗ്യാസ് ഓൺ ആക്കാതെയാണോ പഠിച്ചോനെ ഞാൻ കടുകിട്ടത്? മൊത്തം ഫ്ലോപ്പ് അങ്ങനെ ഗൈസ്. അപ്പോ ഞാൻ എന്താ പറയാൻ പോയ, മാർച്ച് 1 ഐ ഗസ് നോമ്പ്. ഐ എം നോട്ട് ഷുവർ. മാർച്ച് 1 നോമ്പ് തുടങ്ങാൻ തോന്നുന്നു. അപ്പോ നോമ്പില് കുറച്ച് ടഫായി. ചൂടുണ്ട്, എക്സാമിന്റെ ചൂട്. അതാണ് ഉദ്യോഗ ചൂടല്ലേ. ഞാന് ചട്ടി ചൂടാവണ വരെ ഗ്യാസ് ഓൺ ആക്കി വെച്ച്, എന്നിട്ട് ഞാൻ അത് ചൂടായപ്പോ സംസാരിച്ചുകൊണ്ട് ഓഫ് ആക്കിയിരുന്നു. പ്രശ്നം എല്ലാം ലിമിറ്റിലാണ് നമ്മൾ ചെയ്യണം. ലൈക്ക് കുറെ തേങ്ങ ഇടാറില്ല, കുറെ എണ്ണ ഇടാറില്ല. കടുക് പൊട്ടുന്നില്ല ഗൈസ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ. ലൈവായ നമുക്ക് അങ്ങനെയൊക്കെ ചോദിക്കായിരുന്നു. പിന്നെ ഇത് കമന്റിൽ വന്ന് പറയുമ്പോൾ എനിക്ക് കമന്റ്സ് നോക്കാനും ടൈം ഉണ്ടാവൂല, ഞാൻ നോക്കാറുമില്ല. അതുകൊണ്ട് വിശേഷങ്ങളൊന്നും അറിയാൻ പറ്റുള്ളൂ ഗൈസ്. ഇത് ഉലുവ. ഞാൻ എപ്പോൾ ഇപ്പൊ ഫിഷ് കറിക്ക് ഉലുവ ഇടും. പണ്ട് ഞാൻ ഇടാറില്ല, ബിക്കോസ് അതിലൊരു ഇമ്പോർട്ടൻസ് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിടും, സോനിടും, ഞാൻ ഇടാറില്ലായിരുന്നു. ഇപ്പൊ ഞാൻ എല്ലാം ഇടും. അതാണ് കുത്തണം. ഇതാ മുളക്, അതും മട്ടറി, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുത്തിയിടാൻ. നിങ്ങൾ പറ, ന്യൂ ഇയർ ഇടാണ് സോന്ന് സംസാരിക്കുന്നത്. പറയൂ. ആദ്യം തന്നെ വന്നത് നൈറ്റ് ഇട്ടിട്ടുണ്ട്. സോന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കുക. ആക്ച്വലി അതുമല്ല, വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജാനുവരി കഴിഞ്ഞു പോയി. ജാനുവരി തീരാറായി. നമ്മൾ ഇന്നലെ പറയണായിരുന്നു ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ജാനുവരി തീരാറായി. ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ. ഞാൻ ഒഴിച്ചാൽ നോക്കിയതാണ് എണ്ണ. അപ്പൊ എല്ലാരും ന്യൂ ഇയർ എന്ത് ചെയ്യും? ഹാപ്പി അല്ലേ? വെയിറ്റ് ഒക്കെ കുറച്ച് തുടങ്ങിയ എല്ലാരും ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിരിക്കും. വെയിറ്റ് കുറയ്ക്കുക, ഈ വർഷം മഴവില്ലാതെ നടക്കുക. എന്തായിരിക്കും റെസൊല്യൂഷൻ? ഞാനും ഇന്നലെ ചോദിച്ചായിരുന്നു കഴിഞ്ഞ ബ്ലോഗിൽ, എന്താണ് നിങ്ങളുടെ റെസൊല്യൂഷൻ? ഹെൽത്തി അത്ര, ഡയറ്റും അല്ല, വെയിറ്റ് കുറക്കാതൊന്നും അല്ല, ജസ്റ്റ് ഹീറ്റ് ഹെൽത്തി. എത്ര വെച്ചത്? ഞാൻ അങ്ങോട്ട് വെച്ചത് ഇതായിരുന്നു. അത്യാവശ്യം വെയിറ്റ് കുറക്കാം എന്ന് വെച്ചാൽ ഹെൽത്തി അങ്ങനെയായിരുന്നു. ഇപ്പൊ സോന് കൂടുതലൊന്നും കഴിക്കാനില്ല. കുറവ് ഭക്ഷണം കഴിക്കണം. വെളുത്തുള്ളി, ഇഞ്ചി എത്ര ഇടാൻ പറ്റും നിങ്ങൾക്ക് അത്ര ഇടും. എന്നാലേ നിങ്ങൾ നോൺ വെജ് കറി എന്തെങ്കിലും വെക്കണമെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഇച്ചിരി നിങ്ങൾ ഇട്ടിട്ട് കാര്യമില്ല, ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. ചോറാണെങ്കിൽ രണ്ട് സാധനവും ഇഷ്ടമല്ല. വെളുത്തുള്ളി ഇഷ്ടമല്ല, ഓടിയ. അപ്പൊ നമുക്ക് നല്ലോണം സോട്ടാക്കാം. ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന് നോക്കുമ്പോ ആരെ കാണില്ല, ഓടി ഗൈസ്. ആരോ വന്നോ? നമ്മുടെ പ്രിന്റർ ശരിയാക്കാൻ ആള് വന്നിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലായിരുന്നു പ്രിന്റർ, ഇപ്പൊ ഇപ്പുറത്ത് കൊണ്ടുവന്നു. പുതിയ നോക്കൂ, ന്യൂ ഇയർ ആയിട്ട് കുറെ കുരുക്കൾ. എന്നിട്ട് അതെന്താ പറ്റിയെന്നറിയോ?
ഓയിൽ ഫുഡ് കൊറേ കഴിച്ച് അത് പാടായി. എന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്ത് ഞാൻ ക്രീം ഇടക്ക് വെച്ച് ബ്രേക്കായി. അത് പിന്നെ ഇടാൻ തുടങ്ങി. ലൈറ്റായി വന്നു. നേരത്തെ ഭയങ്കര ചിക്കൻ ബോക്സ് പോലെ വെച്ച് എല്ലാരും ചോദിക്കണ ചിക്കൻ ബോക്സ് ഉണ്ടായോ? പിന്നെ എന്താ ചോദിക്കുമല്ലേ ചോദിച്ചത്. ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട് ലൈറ്റായിട്ട്. ഭയങ്കര ഡാർക്കായിരുന്നു. ഭയങ്കര ജങ്കും ഓയിൽ ഫുഡ് കഴിച്ചായിരുന്നു. പറ്റൂല അങ്ങനെ കഴിക്കുമ്പോ റിയാക്ട് ആവും. അത് മാത്രമല്ല ഇതുപോലെ കുറെ എന്താ അണ്ടിപ്പരിപ്പും ക്രിസ്മസും പുഡിങ് പാലുൽപ്പന്നങ്ങള് എല്ലാം കഴിച്ചു. എനിക്കും പൊറോട്ട അങ്ങനെ കഴിച്ചോ. മുഖം തടി വല്ല കുറഞ്ഞിട്ടല്ലോ തോന്നുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക്? ഞാൻ ഫുഡൊക്കെ കുറച്ച് ജസ്റ്റ് സ്റ്റാർട്ടിങ്. പുതിയ വർഷത്തെ കുറച്ചൊരു തുടക്കം. ആദ്യമേ എല്ലാം ഉപേക്ഷിച്ചില്ല. അത് പറ്റൂല അല്ലേ? അതന്നെ പറ്റൂല. ക്രേവിങ്സ് ഒന്ന് ചാവും. ഞാന് കറിയിൽ ചുടാൻ മറന്നുപോയി. ഞാൻ എണ്ണ ഒഴിക്കാൻ പോകും. ചുമ ഗൈസ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നല്ലോണം അയ്യോ തുപ്പത്തോ വരും. നല്ലോണം സോട്ടായി. അടുത്തൊരു ആഡ് ചെയ്യാൻ പോണേ അനിയൻ ആൻഡ് ടൊമാറ്റോ. ആരെയ്യൻ എന്റെ തന്നെ വെച്ചു. എന്റെ അനിയൻ നീ എന്താ ചെയ്യണോടെ? ഞാൻ എന്താ വെച്ച് കടുക് പൊട്ടിച്ച് മൂന്നാണ് അതിനകത്ത്. അയ്യോ, ആദ്യമേ എക്സോസ്റ്റ് ഇട്ടാ മതിയായിരുന്നു ഗൈസ്. ആദ്യമേ എക്സോസ്റ്റ് ഇട്ടാ മതിയായിരുന്നു. ഭയങ്കര തുമ്മൽ. എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ച്, സവാള, പച്ചമുളക്, വേപ്പില ഇട്ടു. നിങ്ങളുടെ വീട്ടിലെല്ലാം എങ്ങനെ ചീര വെക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചിലപ്പോ കുളവും. എനിക്ക് വെള്ളം പോലെ ആവാൻ പാടില്ല. അതിന് ഡ്രൈ അജിത നന്നായിട്ട് വെക്കും. അമ്മ നന്നായിട്ട് വെക്കും. അവർക്ക് ഡ്രൈ ടൈപ്പാ. അടുത്ത ലാസ്റ്റ് ടൈം വന്നപ്പോ വെച്ചായിരുന്നു. ഞാൻ നോക്കുമ്പോ ചീരയുടെ വെള്ളം അതൊന്നത് വറ്റിച്ചു. ചീരയുടെ വെള്ളം കൈക്കുള്ളിൽ പോയി ഇടരുതെന്നാ പറയണേ. അടുത്ത ലാസ്റ്റ് ടൈം വന്നപ്പോ പറഞ്ഞായിരുന്നു. കൈക്കുള്ളിൽ പോയി ഇടരുത്. അതിൽ തന്നെ ഉണ്ടാവും. കൈവെള്ളം. ആ അതല്ലേ ഇങ്ങനെ ആക്കൂല. എപ്പോ അറിയുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവനെ എണീക്കണം മുന്നിനെ അവനുള്ള ഫുഡും റെഡിയാക്കാം. ബിക്കോസ് രാവിലെ അവൻ കഴിച്ചിട്ടില്ല. ഓട്സ് ആയതുകൊണ്ടിട്ട് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചപ്പാത്തി ചോറ് കഴിക്കുമ്പോൾ എടുത്തായിരുന്നു. ചോറിന് ചപ്പാത്തി ഉണ്ടായതാണ്. ചിക്കൻ കറിയുടെ ഗ്രേവി ചെറുപയർ. ഞാൻ ഇവിടെ പൊന്നീർ റൈസ് ആയിരിക്കും. അരി സുരേഖ റൈസ് മാറി പൊന്നീർ റൈസ് പെട്ടെന്ന് ആവുകയും ചെയ്യും. അതിലെത്ര സാധാ റൈസിന് അത്ര സംഭവങ്ങളും ഇല്ല. എന്നാലും സ്റ്റാർച്ചുള്ള സംഭവങ്ങളൊക്കെ കുറവാണ്. പൊന്നീർ റൈസ് ആകുമ്പോൾ അധികം തിന്നാൻ മനസ്സിൽ തോന്നുന്നു. അതുകൊണ്ട് അധികം കഴിക്കൂല. കുറച്ചെടുക്കും, ചാറും കുറച്ച് അടുത്തെടുക്കും. അപ്പൊ തന്നെ തീരും. പിന്നെ പെട്ടെന്ന് തീരും. അതുകൊണ്ട് ഇത് എത്ര പെട്ടെന്ന് തോന്നുന്നു. ഗ്യാസും പെട്ടെന്ന് തീരെയില്ല. നമ്മൾ മറ്റു പോലെ റൈസ് ആകുമ്പോൾ മണിക്കൂറോളം തിളച്ചിട്ട് നമുക്ക് അത് ഇടാൻ. ഭയങ്കര ചൂടാണ് കഴിച്ചിടാൻ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ? ഇന്ന് രാവിലെ ഒന്ന് പറയണ്ടായിരുന്നു തണുപ്പുണ്ടായിരുന്നു. നിങ്ങൾ പിള്ളേർക്ക് എക്സാം ആയതുകൊണ്ട് നേരത്തെ അവരെ എണീപ്പിച്ചായിരുന്നു പഠിക്കാൻ വേണ്ടി. എന്നാലും ഇവരെ പറഞ്ഞു വിട്ട് വന്നിട്ട് ഒരു 8:30-9 മണി വരെ പുറത്തൊരു തണുപ്പുണ്ടായിരുന്നു. രാവിലെ എ സി ഒക്കെ ഓഫാക്കി തണുപ്പിച്ചിട്ട് ഞാനിപ്പോ വെച്ചാൽ എ സിയുടെ തണുപ്പായിരിക്കും. പക്ഷെ പ്രത്യേകിച്ച് ഒരു തണുപ്പുണ്ടായിരുന്നു. അറ്റ്മോസ്ഫിയറിലൊരു നമ്മുടെ മേത്ത് തട്ടുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷെ ഈ ഒരു ടൈം ആകുമ്പോൾ നല്ല ചൂടായിരിക്കും. ഇപ്പൊ നല്ല 35-36 11-12 ഒക്കെ ആകുമ്പോൾ നല്ല ചൂട് വരും. ഇനി ഈ ഇത് മസാല ഒക്കെ നല്ലോണം
ഇതായി വേണം ഈ കറിക്ക് നല്ലോണം മെൽറ്റായി കിട്ടണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും, പച്ചവെച്ച ഉണ്ടാവുള്ളൂ. സോ അതുവരെ ഞാൻ സോട്ടാവും. ചോറ് മഞ്ഞപ്പൊടി ഇട്ട് ഉപ്പിട്ടത്, വേറെ പൊടി ഇടൂലല്ല, പെപ്പർ ഇല്ലെങ്കിൽ ഇടൂലേ പെപ്പർ? ഇല്ലെങ്കിൽ പെപ്പർ ഒന്നും ഇടൂല അങ്ങനെ പച്ചക്കറി. ചില സമയത്ത് ഇതിപ്പോ പച്ചവെള്ളം കിട്ടല്ലേ. ഇതിന് ചീരൊക്കെ അങ്ങനെ പ്ലെയിൻ ആയിട്ട് വെക്കണം ഇഷ്ടം. മഞ്ഞൾ ഇട്ടത് വല്ല വിഷമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ കിട്ടാതെ മഞ്ഞളും ഇടാറില്ല. ജസ്റ്റ് ഇത് വാട്ടി റെഡ് ചീര അല്ലേ, ഗ്രീൻ വരും. കയറാത്ത രണ്ടും പച്ചകളും വരുന്നുണ്ട്. ഒരു കെട്ട് പച്ച, ഒരു കെട്ട് ചുവപ്പ്, രണ്ടും കൂടെ മിക്സ് ആക്കി വെക്കാം. നല്ല സൂപ്പർ വന്നിട്ടാണ്. ഇതൊക്കെ വലിയ കൂടുതലുണ്ട്, നോക്കുമ്പോൾ ഹാക്കുണ്ടാവും. കാണിച്ചു തരാം. പാത്രമുണ്ട്. പിന്നെ കാണിച്ചു തരാം രണ്ടുപേരെയും. ഗൈസ് ഇപ്പോൾ നല്ലോണം സോട്ടായിട്ടുണ്ട്, എണ്ണ ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. സോനോറ് ഹെൽപ്പ് ചെയ്ത് ഇത് ഇട്ടേ ഈ പ്ലേറ്റിലുള്ള പൗഡേഴ്സ്. ആക്ച്വലി ചില്ലി പൗഡർ, ടോമറിക് പൗഡർ, കൊറിയാൻഡർ പൗഡർ. യൂഷ്വലി ഞാൻ ഫിഷ് പൗഡർ ഇടാറുണ്ട്, എനിക്കിന്ന് കിട്ടാത്തതുകൊണ്ട് ഞാൻ അതെടുത്തില്ല. ഫിഷ് പൗഡർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. ഇത് ബേസിക് ആയിട്ടുള്ള പൗഡേഴ്സ് ഇട്ടാലും മതി. ഇതിന് പൊടിയുടെ പച്ചമണമൊക്കെ പോണ വരെ നമുക്കൊന്ന് നല്ല രീതിയിൽ സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതുവരെ ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് ആദ്യം സോട്ട് ചെയ്തെടുക്കും. ഓക്കെ, സോനോടെ ചീര എന്തായി നോക്കാം. അയ്യോ, ഫുള്ളുണ്ടായിരുന്ന ചീര. ഓക്കെ, ഹാഫ് പോലും ഇല്ല. വെള്ളം ഇട്ടായിരുന്നാ? അപ്പൊ നമുക്ക് ചീര കഴുകി ഡ്രൈ ആയിട്ട് ഇനി വെക്കണം തോന്നുന്നു, അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ എത്ര വിചാരിച്ചാലും അത് ഡ്രൈ ആവൂല. ഈ വലിയ ആൾക്കാരൊക്കെ വെക്കുമ്പോൾ ഒരു ഡ്രൈ ആയിട്ട് വെക്കും, അമ്മാജിതൊക്കെ. അത് തിന്നാനും രസം. ഇങ്ങനെ ചീര കഴുകിയിട്ട് ഡ്രൈ ആക്കിയിട്ട് കുറച്ചു നേരം വെക്കണം എന്ന് തോന്നണം അല്ലേ. പിന്നെ ഇതിലെ ലേലം വെള്ളം കൂടെ ഒഴുകണേ, പിന്നെ മൂടി വെച്ചോട്ട് ആവിയിൽ ഇട്ടുണ്ടോ കുറച്ച് തുറന്നു നോക്കണം. വട്ടിച്ചെടുത്തത് തേങ്ങയിടാം. സോന ചുമക്കാൻ തുടങ്ങി, അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി പണിപാളി. അയ്യോ, എനിക്കും ചുമക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ആ പുളിവെള്ളം എടുത്തോ, ഞാൻ പുളിവെള്ളം ചെയ്ത് വെച്ച്. ആ പോയ ക്യാപ്പിലാണിത്. നമുക്ക് ഇങ്ങനെ ഡ്രൈ തന്നെ വേണം. ഫുള്ളൊഴിച്ചോ, പേടിക്കണ്ട, ഒഴിച്ചോ. ആ മതി. അത് വെള്ളം എടുത്തോട്ടെ സോന. കഴിക്കാൻ അടിപൊളിയായിരിക്കും ഗൈസ്. ഒഴിച്ചോ, ഫുള്ള് ഒഴിക്കണ്ട. ആ മതി മതി മതി. നല്ലോണം ഇത് തിളക്കട്ടെ. ഞാനൊന്ന് ഗ്യാസ് ഓഫ് ആക്കിയായിരുന്നു, അത് ഞാൻ പുളിവെള്ളം എടുക്കും പോയ ടൈമിൽ പിന്നെ കത്തണ്ടാലും ഞാൻ ഓഫാക്കിയത്. അത് നല്ലോണം തിളക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാൻ. ഇത് താഴെ പോയി 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 നോക്കിയേ, ഒന്നില്ലാതെ ആവുന്നു. ചീരയുടെ വെള്ളം കുറച്ച് പറഞ്ഞു ഒറ്റട്ടെ ഒറ്റട്ടെ. അപ്പോൾ ഇതിന് നല്ലോണം തിളക്കട്ടെ. മറിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ ഫിഷ് ഒക്കെ ഇട്ട് കൊടുക്കാം. കുഞ്ഞ മാന്തള് ഇത് എല്ലാത്തിനും ഇത് തുടർന്ന ഐറ്റമിനൊക്കെ പേര് മാന്തള്. മാതളം
മാന്തള് കഴിച്ചോ മോൻ കഴിച്ചോ മോൻ കഴിച്ചോ വേണ്ട സ്നേഹം ഉള്ളോണ്ടന്നെ തരാത്തനി കേൾക്കാതെ ഇത് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റാതെ നിങ്ങൾ എത്ര കണ്ടല്ലേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് വാശി കളിക്കണം എങ്ങനെയുണ്ട്? എനിക്ക് പറ്റൂല ഇത്ര പോയി ആൾ കഴിച്ചിട്ട് ഇരിക്കും അത്രേ ഉള്ളൂ. സിമ്പിൾ. കയ്പുണ്ട്. ഡെയിലി ഒരു 11 ഇത് മാതളമല്ല. കൊടുക്കാറുണ്ട്. യൂഷ്വൽ ഓറഞ്ചസ് ഒക്കെ എങ്ങനെയാ നല്ല സോഫ്റ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടില്ല പകുതി എല്ലാം ഇടണോ ഇത് പൊരിക്കണോ? പിന്നെ പൊരിച്ച് തിന്നാൻ പറ്റൂല മാംസം അല്ല വടിപോലെ ഇന്നല്ല ഉണക്കമീൻ പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ ഉള്ളിട്ടോ. അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. വെറുതെ ഉള്ളി മുളകൊക്കെ തേച്ചിട്ട്. പക്ഷെ ഉണക്കമീൻ പോലെ വടിയാവും, അത്രേ ഉള്ളൂ വ്യത്യാസം. ഞാൻ മറ്റേ സ്റ്റോറി പറയട്ടെ, നിങ്ങൾ കണ്ടല്ല. അപ്പൊ ഫ്രൂട്ട്സ് കൊടുക്കും ഡെയിലി മിഡ് ഡേ മീലായിട്ട്. അങ്ങനെ ഇന്ന് ഓറഞ്ച് എടുത്തു, ഓറഞ്ച് കൊടുക്കാം. ഇറ്റ്സ് ഗുഡ് ഫോർ സ്കിൻ ഓൾസോ. അപ്പൊ നന്നാകട്ടെ മാപ്പിള നന്നാകട്ടെ വെച്ച് ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് ഓപ്പൺ ആക്കിയപ്പോ ഭയങ്കര പുളിപ്പ. ഐ തോട്ട് പാവായിക്കൊന്ന് കൊടുക്കണ്ട, തിന്നണ്ട, സഹിക്കാൻ പറ്റൂല പുളിപ്പെന്ന് പറഞ്ഞിട്ട് എന്റെ കൈ നശിച്ചാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞ് മാതളം ഞാൻ ഓപ്പൺ ആക്കി കൊണ്ടുപോയി കൊടുത്ത്. അത് തിന്ന് വന്നിട്ട് ഇവിടെ ഓറഞ്ച് ഇടം ഇതെന്തിനാ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചത്? ഞാൻ പറയുമ്പോ കഴിക്കുമോ കഴിക്കുന്നത് പറഞ്ഞ് കഴിപ്പിച്ച ആ ഒരു വാശിലാണ് എനിക്ക് തന്നത്. സ്നേഹം ഉള്ളതുകൊണ്ടല്ല, കള്ളതാണ്. നല്ല പുളിപ്പല്ലേ അത്? മറ്റേ ഇത് ടേസ്റ്റ് നമ്മുടെ പുളിപ്പുള്ള മുസമ്പി പോലെ കൈപ്പും പുളിപ്പും ആ ഒരു ടേസ്റ്റ്. അതിന്റെ ഒരു കുരുവാടേക്ക് ഈ പല്ലിന്റെ ബ്രേസിന്റെ ഇടയിൽ ഇരിപ്പുണ്ട്. അവിടെ ഇരിക്കട്ടെ, മുളക്കട്ടെ. അപ്പൊ നീ എനിക്ക് തന്നാ മതി, അപ്പൊ എവിടെയെങ്കിലും കൊണ്ട് നട്ടോളാം. എന്തെന്നാലും ഈ പല്ലിന്റെ ഇടയിലും പല്ലിന്റെ ഈ കമ്പിയുടെ ഇടയിലൊക്കെ മറ്റേ പുഴുവും പൈതാരൊക്കെ അതിന്റെ ഉള്ളിൽ ഇരിക്കണ്ട. അതൊന്നുമില്ല, അതൊക്കെ എന്റെ വയറ്റിലെത്തി, അതൊക്കെ ടോയ്ലറ്റിലെത്തി. അത് കഴിച്ചിട്ട് എന്തായിരുന്നു സോനഫീല്? അല്ലേ അവന് അപ്പത്തന്നെ ഞാൻ പറഞ്ഞല്ലോ ഉണക്ക. അങ്ങനെയല്ല, ഒരു ടോയ്ലറ്റിൽ പോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? അത് പൊരിച്ചതല്ലേ? ഇത് എനിക്കറിയാം. അല്ല, അവർക്കറിയാൻ വേണ്ടി അവർ ഒരുപാട് പേര് എന്റെ ക്വസ്റ്റ്യൻ നമുക്ക് കൂടുതൽ ഇപ്പൊ കരിയുണ്ടാവും. ഉണ്ടാക്കുമ്പോ സോനു പറഞ്ഞ പോലെ ഇച്ചിരി ഫ്രൈ ആക്കാന്ന് വിചാരിച്ചു. ഫ്രൈ ആക്കി ഒന്നും ഉണ്ടാവൂല അതില് കഴിക്കാൻ, മാംസമല്ല. ഉണക്കമീൻ പോലെ തിന്നാം. അപ്പൊ ഇത്ര മതിയല്ലോ, ഇത്ര വെള്ളം വയ്ക്കാം. ഇനിയിപ്പോ ഒന്നും ഉണ്ടാവൂല വെള്ളം. നോക്കിയേ കാണിച്ചേ. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല വയറിന്? വയറിനൊരു കുഴപ്പമില്ല. സോനു ആകെ ഇഷ്ടപ്പെടാത്ത ഡ്യൂറൈനാണ് അവരെ വെളുത്തുള്ളി അളിഞ്ഞ് ഒരു ചീഞ്ഞ ചക്കടൊക്കെ ഒരു ടേസ്റ്റ്. അതാണ് എനിക്ക് അക്കായിട്ട് തോന്നിയത്. പക്ഷെ ഈ പുഴുക്കളൊന്നും കുഴപ്പമില്ല, അതൊക്കെ പൊരിച്ചിട്ട്. പുഴുക്കളൊന്നും കുഴപ്പമില്ല, ഫ്രൂട്ട്സ് പ്രശ്നം. പുഴുക്കളൊന്നും കുഴപ്പമില്ലത്. അത് ഫ്രൂട്ട്സ് ആണെങ്കിൽ അതൊരുമാതിരി ചീഞ്ഞ് നാറിയ ഒരു സാധനം നമ്മ തിന്നണ പോലെ. വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മ ഉപ്പിലിട്ടിട്ടൊക്കെ വെക്കൂലേ ഒരു ചക്ക, വെളുത്തുള്ളി. അതായത് ഇപ്പൊ നീ തിന്നത് ആ പുഴുക്കളെ ചീഞ്ഞ് നാറിയത് ഫ്രൈ ആക്കി വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് സോസൊക്കെ ഇട്ട് നമുക്ക് ആ കുഞ്ഞു ഇതില്ലേ ആ പുള്ളിക്കാരത്തിയുടെ ഫേവറേറ്റ് കുഞ്ഞ പുഴു ഞാൻ പറഞ്ഞു. കൊച്ചിന്റെ ആ കൊച്ചിന്റെ അവരുടെ ഫേവറേറ്റ് തന്നെ പുഴു നല്ല ടേസ്റ്റ്. അവരുടെ ഫേവറേറ്റ് തന്നെ വെറുതെ അല്ല, നല്ലൊരു ക്രിസ്പി ആയിട്ട് നല്ലോണം ഒരു ഉണക്ക ചെമ്മീനൊക്കെ തിന്നണ ഫീലായിരുന്നു. പക്ഷെ വലിയ വലിയ പുഴു എണ്ണ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ എണ്ണ ഇറങ്ങിയിട്ട് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ചവക്കുമ്പോ തന്നെ എണ്ണ അത് ഇങ്ങനെ നമ്മുടെ മീനെണ്ണ പോലെ. അതൊരു മീനെണ്ണയുടെ ഇതുണ്ടല്ലോ ഫിഷ് ഓയിലിന്റെ ക്യാപ്സ്യൂള്, അതിങ്ങനെ പൊട്ടുമ്പോൾ ഒരു സാധനമില്ലേ, ആ ഒരു ഫീലായിരുന്നു. ആ ടേസ്റ്റ് അല്ല, പക്ഷെ കുഴപ്പമില്ല, ഞാൻ പിന്നെ തിന്നായിരുന്നു. പിന്നെ എന്താണ് ബാക്കി എന്തായാലും അതൊക്കെ തിന്നതിന് സോന കുറച്ചും കൂടെ ഗ്ലാമർ ആയിട്ടുണ്ട്. അത് നമ്മുടെ ക്രീമിന്റെ തിന്നിട്ടല്ല.
സംസാരിക്കണ ഗ്യാപ്പിൽ ഞാൻ കണ്ടില്ലേ മസാല ഉണ്ടാക്കി ഫ്രൈക്കുള്ള മസാല. ഫ്രൈ എന്റെ ലിസ്റ്റിൽ തന്നെ ഇല്ല, പ്ലാനിൽ തന്നെ ഇല്ല ഇന്ന്. ബിക്കോസ് വി ഹാവ് പയർ ആൾസോ, പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ പയർ ഉണ്ട്. ഇതും നമ്മൾ എടുക്കും ലഞ്ചിന്. വി ഹാവ് മാതളം കറി. രണ്ട് കൺഫ്യൂഷൻ. ഇന്ന് നിങ്ങൾക്ക് മാന്തലല്ലേ തന്നെ? എന്ത് പറയണല്ലോ കളി. ഞാൻ നിങ്ങൾക്ക് മാന്തല്ലേ തന്നെയാന്ന് ചോദിക്കണോ? ഇത് പൊരിച്ചിട്ട് എന്തൊക്കെ കഴിക്കും. വെറുതെ വലിയ ചെറിയ പാത്രം, പക്ഷെ ചെറുത് പാത്രം ഫില്ലാവൂലേ? എങ്ങനെ നീ ഇതാക്കും? കുത്തിക്കെച്ചിട്ട് ഇത് ഞാൻ ഇപ്പൊ 1 by 1 തേച്ചാൽ നാളെ രാവിലെ ആവും തോന്നുന്നു. എനിക്ക് പറ്റൂല, നോൺ വെജ് അങ്ങനെ എനിക്ക് പറ്റൂല. ചെറിയ ചാളയൊക്കെയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് എല്ലാം കൂടെ ഇങ്ങനെ പറ്റൂല. അത് ഫ്രഷ് ചാളാണോ? ഫ്രഷ് അല്ലാത്ത ചാളാണെങ്കിൽ ഇങ്ങനെ കുഴച്ചതിന്റെ പോലെ ജാമായി. പിന്നെ അത് ചപ്പോട്ടാക്കാൻ പറ്റും. ചാളപ്പം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് കിച്ചണിന് പോകാൻ പറ്റൂല. എപ്പോഴുള്ള ഫുഡ് ഉണ്ടാക്കണം, നിങ്ങൾക്ക് ഡിന്നറിനുള്ള മസാല റെഡിയാക്കി വെക്കണം. ഇപ്പൊ ഫുൾ ടൈം ഇത് തന്നെ പണി കഴിച്ച്. നിങ്ങൾ എന്തിനാ ഡയറ്റ് തുടങ്ങിയത്? നീ പറഞ്ഞിട്ട് ഓ അങ്ങനെ ഞാനൊന്ന് തടി കുറഞ്ഞെന്ന് പറഞ്ഞായിരുന്നു. അപ്പുറത്തെ ഞാൻ പറഞ്ഞില്ലേ? പക്ഷേ അപ്പുറത്തെ റാനേന്റെ അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറുടെ പുള്ളിക്കാരി നമ്മളിപ്പോ റൈസ് മാറ്റിക്കൊണ്ടിട്ട് ഇത്ര എടുക്കുള്ളൂ. എപ്പോഴും എന്റെ റൈസിന്റെ അളവ്, നമ്മുടെ സുരേഖ റൈസ് ഒക്കെ ആണെങ്കിൽ ഒരു പ്ലേറ്റ് ഇത്ര എടുക്കും. നല്ലോണം ചോറും കറിയൊക്കെ ഇട്ടിട്ട് വേറെ അറേ കഴിക്കും. ഇത് ഈ ഒരു അളവിലെടുക്കും, ഒരു അറി എടുക്കും, അവിടെ പോകും, 2 വായിടും, പെട്ടെന്ന് തരും. സുരേഖ പെട്ടെന്ന് തീർന്നത് കഥം. എങ്ങനെയെങ്കിലും വിശപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്തോ ബ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞില്ലേ? ഒരു സ്പെഷ്യൽ ബ്ലോഗ് അതൊക്കെ ചെയ്യുന്നേ ഇന്ന് ചെയ്യുന്നത്. അത് എല്ലാവരും ഉള്ളപ്പോഴാണ് ചെയ്യാം, പിള്ളേരൊക്കെ ഉള്ള ടൈമിലാണ് ചെയ്യാം. ഗൈസ്, അങ്ങനെ ഫിഷ് ഞാൻ മസാലയാക്കി വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ എബ്ബു എണീറ്റ്. എബ്ബുനെ ഇപ്പൊ സമാധാനിപ്പിച്ചോടെ ഇരുത്തിയിട്ടുണ്ട്. സോനും ഉണ്ട് അവന്റെ കൂടെ. മിച്ചറിന്റെ പീനട്സ് ഉണ്ടാവൂലേ, അത് ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3-4 അതോ കഴിച്ചുകൊണ്ടിരിക്കുക ആ ടൈമില്. അപ്പൊ ഇവിടെ ലഞ്ച് ഞാനിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നൈറ്റ് ബേബിക്ക് ചിക്കൻ വേണം. അതിനുള്ള മാരിനേഷൻ ചെയ്ത് വെക്കണം. അപ്പൊ പൗഡേഴ്സ് ഒക്കെ ഓൾറെഡി ഞാൻ എടുത്തു, മസാലസ് ഒക്കെ എടുക്കണമെന്ന് കാണിക്കാനുള്ള ടൈമില്ല. ബിക്കോസ് എപ്പോഴും ലഞ്ചൊക്കെ കൊടുക്കണം. സോ ഐ തോട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമല്ലോ. സോ മുളക് പൊടി, ക്രഷ്ഡ് ചില്ലി, മുളക് ഇടിച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, പെപ്പർ പൗഡർ. അത്ര പൗഡേഴ്സ് തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഒരു ഓണിയൻ, 2 സ്മോൾ ടൊമാറ്റോ, ഒരു ഗ്രീൻ ചില്ലി മിക്സിൽ ഗ്രൈൻഡ് ആക്കി എടുത്തതാണ്. ഞാൻ അതും ഇടുന്നുണ്ട്. ആൻഡ് വി നീഡ് കേർഡ് എടുക്കണം. അപ്പോൾ കേർഡ് എടുക്കുന്നുണ്ട്. കേർഡും ഇടാം. നമുക്ക് എല്ലാം ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പൗഡേഴ്സ് ഞാനിങ്ങനെ ഒരേ സൈഡിൽ വെച്ചെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ്. ഈ ടൈപ്പ് ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുമായിരിക്കും. ഞാനിത് തകർത്താനെ ഞാൻ പഠിച്ചതാണ്. നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇറ്റ്സ് റിയലി യമ്മി, നല്ല ടേസ്റ്റാണ്. നമ്മള് ഒന്നിയനൊക്കെ അരച്ചിട്ടിടുമല്ലോ, അതിൻ്റെതായ ഒരു ഫ്ലേവർ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറെ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. ഇത് വാട്ടർ ഒന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. ഫുൾ ആ കേർഡും ഇത് കുറച്ച് വിനാഗിരി ഇട്ടുള്ള. നിങ്ങൾക്ക് ഏത് കേർഡ് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, നോ പ്രോബ്ലം. മെയിൻ ഇൻഗ്രീഡിയൻസ് തന്നെ ഞാൻ ഇട്ടിട്ടില്ല, ഉപ്പും. അത് ഇട്ടില്ലെങ്കിൽ വിനാഗിരി ഇട്ടിട്ട് ഒന്നിട്ടിട്ടും കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തോളൂ. ഓക്കെ ഗൈസ്, ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ഇടാം. ഉപ്പ് അത്യാവശ്യം കൂടുതൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. കുറവായ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവൂല. അത്യാവശ്യം ഉപ്പ് ഞാൻ നോക്കിയിട്ട് കറക്റ്റ് ഇടണം. അതെല്ലാ ചിക്കനിലോട്ട് വലിച്ചു പിടിക്കണം. അപ്പോൾ അത്യാവശ്യം ഉപ്പിടണം. ഉപ്പിടാൻ ഏതേ ഒരു
ഇത് വേണ്ട കഞ്ചൂസാക്കരുത് ഉപ്പിടാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാം എല്ലാം ഓക്കെ ആണോ. ഉപ്പിന്റെ കുറച്ച് കുറവുണ്ട്, അത്രയും ഒക്കെ ഇട്ടിട്ട് ഉപ്പിന്റെ കുറവുണ്ട്. പുളി കുറച്ച് കുറഞ്ഞ പോലെ ഫീൽ ചെയ്തെനിക്ക്. അപ്പോ കുറച്ച് ഉപ്പും ഇട്ട് വിനാഗറും ഒഴിച്ചു. ഇപ്പൊ ഓക്കെ ആയിരിക്കുമെന്നാ തോന്നുന്നു. ഇത് ഇനി മസാല ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ. അതാ പറഞ്ഞ ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ഈ വ്ലോഗ് എടുക്കാൻ തന്നെ ഇത്ര ടൈം എടുത്ത്. ഇങ്ങനെ തന്നെ ഡെയിലി ഇപ്പൊ ഇതായി റുട്ടീൻ. അപ്പൊ സംടൈംസ് ഐ ഫീൽ അയ്യോ വീടൊന്നും എടുക്കാൻ നിന്നാ ഇപ്പൊ ഒന്നും റെഡി ആവൂല. ഇപ്പൊ തന്നെ ഇപ്പൊ 1 മണിയായി പോകുന്നു, റെഡി ആവൂല. ബേബിക്ക് കറക്റ്റ് ടൈമിൽ കൊടുക്കേ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്യും, പെട്ടെന്ന് ചെയ്യും പോകും. എടുക്കാതെ ഞാൻ എടുക്കാതെ 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ അതിനും എനിക്ക് ഗിൽട്ട് അടിക്കും. അപ്പോ മസാല സെറ്റാണ്. ഇനി ഞാൻ ഈ ചിക്കൻ ഡയറക്റ്റ് അതിലോട്ട് ഇടൂല, ഞാനത് സ്റ്റീം ചെയ്തിട്ടേ ഇടുകയുള്ളൂ. ബിക്കോസ് ഉള്ളിൽ നല്ലോണം വേവണം, അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണയിലിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ കുറെ എണ്ണ കുടിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം സ്റ്റീം ചെയ്യും, അപ്പൊ ഉള്ളിൽ നല്ലോണം വേവുമല്ലോ. അപ്പൊ ഇത് ഓൾറെഡി ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പീസും വരഞ്ഞിട്ട് സ്റ്റീം ചെയ്യാം. സ്റ്റീം ചെയ്ത് ചെയ്യുമ്പോൾ നല്ല ഉണ്ടാവും കഴിക്കാൻ. നമുക്ക് എല്ലാം എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നോക്കാം, 5 പേർക്കുള്ള 5 പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും സ്റ്റീം ആക്കാം. ബ്രോ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ക്യാമറ ഓണാക്കി തന്നെ മനസ്സിലായി കുട്ടന്. നമ്മൾ ചിക്കൻ സ്റ്റീം ആവാൻ വെച്ചപ്പോ നമുക്ക് ചിക്കൻ എവിടെ? വെർ ഇസ് ചിക്കൻ? സ്നാക്സ് കഴിച്ച് വായിലൊക്കെ ഉണ്ടല്ലോ. ചിക്കൻ എവിടെ? വെർ ഇസ് ചിക്കൻ? അവന് വേറെ എന്തിലൊക്കെയോ കണ്ണ്, ചിക്കനിലെല്ലാം വേറെ എന്തിലൊക്കെയോ കണ്ണ്. ഹായ് പറഞ്ഞപ്പോ സേ ഹായ്. നോക്കൂല. കഴിഞ്ഞില്ലേ പണിയൊക്കെ കഴിഞ്ഞില്ലേ? ഫുഡ് കഴിച്ചാലും ഞാൻ കേട്ടെ ബർബിനെ. അത് വേണ്ട, സ്ക്രൂ ഡ്രൈവറാണ് അവന്റെ ടോയ്. നോ, അറ്റ്സ് ഡേഞ്ചർ. അപ്പോ നമുക്ക് കുറച്ച് കഴിഞ്ഞ് അത് വേവുമ്പോ വരാം അല്ലേ? നോ, വൈ ബേബി നോ? വേവുമ്പോ വരാനുള്ള സമയമൊന്നും ഇല്ല ഗൈസ്. നമുക്ക് ഞാൻ ഫ്രൈ ചെയ്യാൻ പോണം, ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടൈം. 1 മണി കഴിഞ്ഞ് ബേബിക്ക് ഫുഡ് കൊടുക്കണം. അപ്പോ നമുക്ക് പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്യാല്ലേ? അബു, ആർ യു റെഡി? അബു, ലെറ്റ്സ് ഫ്രൈ ദ ഫിഷ്. റെഡി ആണോ അബു? ഫിഷ് ഫ്രൈ ചെയ്യാൻ റെഡി ആണോ? ഒക്കം കഴിഞ്ഞാ എന്റെ അബുന്റെ ഒക്കം കഴിഞ്ഞോ? ഒക്കം കഴിഞ്ഞോ? ഉമ്മിക്കൊരു ഉമ്മ തന്നെ. ഉമ്മിക്കാരെയും വിഷമിക്കും. ഉമ്മിക്കൊരു ഉമ്മ തരൂലേ? Fish എടുക്കട്ടാ. Fry ചെയ്തിട്ട് I don't know how this guys will eat. ബിക്കോസ് അതിൽ മാംസമൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യണം. കുഞ്ഞല്ലേ. നമുക്ക് നോക്കാം എങ്ങനെ ആവുമെന്ന് നോക്കാം. നമുക്ക് ഫ്രൈ ചെയ്യാം, എല്ലാം ഫ്രൈ ചെയ്യാം. എബിന് ഫിഷ് വേണോ? എനിക്ക് ഫിഷ് തരുമോ എബു? നമുക്ക് ഫിഷ് തരുമോ? എബിന്റെ ഫുഡ് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, ഇനി ബാക്കിയുള്ളത് പിള്ളേർക്ക് വേണ്ട സൈഡിലാണ് ശ്രമിക്കും.
So the lunch is ready. Lunch ready. Yes, eat. എന്താണ് ബ്രോ? കെട്ടിയോന് മാത്രം കൊടുക്കാതെ എനിക്കും തരാമായിരിക്കും. അത് ഓയിലൊന്നും ഇല്ലാത്തോണ്ട് പല സൗണ്ടും കേൾക്കും. ചപ്പാത്തി ഡ്രൈ ആണ് full dry. അപ്പൊ ലഞ്ചും ആയി ബേബിയുടെ. കേൾക്കൂല അവന്റെ കാര്യം നടക്കാതെ അവൻ കേൾക്കൂല ഗൈസ്. ഞാൻ പോട്ടെ, അവന്റെ കാര്യം നോക്കട്ടെ. ബേബി കഴിച്ചോ? ഓക്കെ. സെയിം കറികൾ, പക്ഷെ മെയിൻ ആയിട്ടുള്ള ഇത് റൈസാണ്. ബേബിക്ക് മാത്രം ചപ്പാത്തി. ഇനി ഞാൻ ചപ്പാത്തിയും കഴിച്ചു കഴിഞ്ഞാൽ എന്നെ കാണേയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ റൈസാണ്. നിങ്ങൾ കഴിക്കണില്ലേ? നിങ്ങൾ എന്ത് കഴിച്ചുകൊണ്ടിരിക്കുക? കാഷ്യൂ ആണോ? ഓ, അവിടൊക്കെ വെച്ചിട്ടാണോ കഴിക്കണം? കാഷ്യൂ നട്ട് അവൻ തന്ന അവസാനം ഞാനടി വെക്കുമെന്ന് തോന്നുന്നു. നമുക്കത് തീറ്റിക്കണം. വെറുതെ അവന് ഒരു കടിയും എല്ലാം നമുക്ക് തരും. അത് മിക്സർ ബാക്കി വെച്ചത് അവനെ മതിയായി. കാഷ്യൂലോട്ട് മാറി. ഞാൻ കൊടുത്തത് ഇത്ര, ഇതേ കഴിച്ചില്ല. ഞാൻ കൊടുത്തത് ഇത്രയാണ്. 3-4 കപ്പലിന്റെ എനിക്ക് വെച്ചൊന്നും ആയില്ലേ. നോക്കി ഇരിക്കണം. നോക്കി. ഓ ഓ ഇന്ന് പാവം ഒരു ടീമാണെന്ന് പറയാം. ഞാൻ തിന്നത് ഉമ്മിക്കൊടുക്കുക. അതിൽ 15 കപ്പലിന് എന്റെ വയല കുത്തിത്തുന്നത്. ക്യാഷ് കഴിച്ചോ? ലഞ്ച് കഴിച്ചിട്ട് തരാം. നിന്റെ ലഞ്ച് ടൈം ആയിട്ടില്ല. ആക്ച്വലി ലേറ്റ് ആയില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ. ചിന്നോ അപ്പൊ ഇത് ഞാൻ കഴിക്കട്ടെ കഴിച്ച. എനിക്ക് വിശന്നിട്ട് വയ്യ. വേണ്ട, എനിക്കല്ല മോൻ തിന്നോന്നു. അപ്പൊ വേണ്ടേ അപ്പ അല്ല, സ്നേഹം കൂടി 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 ലാസ്റ്റ് ഒറ്റടിയായിരിക്കും. സ്നേഹം കൂടുമ്പോൾ അറിയാലോ. അവൻ പോണ വഴിയൊക്കെ ഞാൻ ഷൂട്ടാക്കണം. അവൻ പോണ വല്ലാത്തൊരു ആംഗിളിലായതുകൊണ്ട് വല്ലാത്ത ആംഗിളായി പോയത്. എല്ലാ ആംഗിളിലും അവൻ പോണു ഗൈസ്. ബാക്കില് എന്റെ തലയില് ലബു ഒക്കെ കണ്ടില്ലേ പുറകെയൊക്കെ പോണ. മതി ഗൈസ്, അവനെ കാണിച്ചാൽ മതി. ഞാൻ ഈ ഫുഡ് കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. കറിയും ഇഷ്ടപ്പെട്ടു, ഫ്രൈയും ഇഷ്ടപ്പെട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് പാർസലോട് പാർസലാണല്ലോ ആ ചേട്ടന്. സ്ലോഡ് പാർസൽ. ഇന്ന് നമ്മളൊരു പാർസൽ ഡ്രൈ ഫ്രൂട്ടിന്റെ പാർസൽ വന്നായിരുന്നു. വി ആർ ട്രൈങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ലെറ്റ് മീ ഷോ യു ഫസ്റ്റ്. ഇതൊന്ന് പിങ്ക് business. Yeah, cotton candy parcel I can visit. See, I don't know how to pronounce this goji berry. Goji berry. This is very. And the tare aranittu alla pachone ommane kaanu vannanu. Nice ആയിട്ട് എടുക്കണുണ്ട് അവൻ. സ്ക്രൂ ഡ്രൈവ് മൊത്തമാണ് ടക്കോടാണ്. സി ഗോജി ബെറി നല്ല ടേസ്റ്റ് ഉണ്ട്. ദിസ് ഇസ് വെരി ഗുഡ്. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിൽ. തിന്നാനൊരു ഡ്രൈഡ് ഗ്രേപ്സ് റേസിൻസ് പോലെ ഉണ്ട്. കൊള്ളാട്ടോ, ട്രൈ ചെയ്യും. സോ ഇതാണ് ആദ്യത്തെ പാർസൽ വന്നത്. നോ നോ എന്താ ചെയ്യാൻ നമുക്ക്? What are you doing? What are you doing? Cheta? Ball alla adu anar. Pomegranate. Ball alla mone. No. Orange evde orange. Give me orange. Orange eduthe ebbu. Ebru banana evde banana. Orange. Good boy. Where is banana? നൈസായിട്ട് താഴെ ഇറക്കണം ഗൈസ്, അല്ലെങ്കിൽ എനിക്ക് അടുത്ത പണി ചെയ്യാൻ പറ്റൂല. താഴെ ഇറങ്ങോ, നിങ്ങൾ താഴെ ഇറങ്ങോ. അത് തരോ കയ്യില്? അത് വേണ്ട. ഓറഞ്ച് തരാ ബേബിക്ക്. ഇതാ ഓറഞ്ച്. ഗോ ഓറഞ്ച്. ഡാഡിക്ക് കൊടുത്തേ ഓറഞ്ച്. ഗിവ് ഇറ്റ് ടു ഡാഡ. ഡാഡിക്ക് കൊടുത്തേ. കുറച്ച് നിങ്ങൾ ഒച്ചപ്പാടൊക്കെ കേൾക്കുമായിരിക്കും ഗൈസ്. മിന്നതിരുന്നു. അപ്പോ ചിക്കൻ ഞാൻ സ്റ്റീം ആക്കിയത് എടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല റെഡിയാണ്. അതിലോട്ട് നമ്മൾ സ്റ്റീം ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കണം. ഓക്കെ.
ചിക്കൻ കണ്ടില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് we have to mix it. ഞാൻ യൂഷ്വലി കയ്യിലാണ് മിക്സ് ചെയ്യാറ്. ഇന്ന് ഞാൻ സ്പൂൺ എടുത്ത് മിക്സ് ചെയ്യാം, ബിക്കോസ് ഇവരൊക്കെ ഇപ്പൊ എടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ സ്പൂൺ എടുത്തിട്ടാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എവിടെയാണ് ചിക്കൻ? ഇതാണ് ഒരു സ്റ്റീം ചെയ്ത് കിട്ടിയാൽ നമുക്ക് അടിപൊളിയാണ് തിന്നാൻ. നല്ലോണം വെന്തിട്ടുണ്ടാവുമല്ലോ, പിള്ളേർക്കൊക്കെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നതാണോ മോനെ? ഉമ്മ എടുക്കട്ടാ, ഉമ്മയുടെ മുത്തിനും ഉമ്മ എടുക്കാം. ഇതാണ് എപ്പോഴും പരിപാടി. കണ്ടില്ലേ, എന്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കും കുക്ക് ചെയ്യുമ്പോൾ. ഒന്നില്ലെങ്കിൽ അങ്ങനെ എടുത്ത് ഞാൻ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും മീൻ ചെയ്തോണ്ട്. ഉമ്മ എടുക്ക മുത്തേ, മുത്തിനെ എടുക്ക. ഞാൻ കൂടുതൽ മസാല ഉണ്ടാക്കും, ബിക്കോസ് ഇങ്ങനെ മുങ്ങിക്കിടക്കണം എനിക്ക്. ഇച്ചിരി ആവരുത്, മുങ്ങിക്കിടന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. പിന്നെ ബാക്കി വന്നാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ ചിക്കനൊക്കെ പൊരിക്കാനും എടുക്കാനും പ്രോബ്ലം. അങ്ങനെ സോണിൻ്റെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ്, നമ്മുടെ എല്ലാവരും ലഞ്ച് നേരത്തെ കഴിഞ്ഞ്. ഇന്നലെ നമ്മൾ നൈറ്റ് ഡിന്നറും അങ്ങനെ നേരത്തെ കഴിച്ച് പിന്നെ ഒരു മൂവിയൊക്കെ കണ്ടു നമ്മൾ. നമ്മുടെ അർജുൻ അശോക് അവരെ മൂവിയാണ്, അടിപൊളിയായിരുന്നു, നല്ല മൂവിയായിരുന്നു. അതും കണ്ടിട്ട് കിടന്നുറങ്ങിയത്. ഓക്കെ ഗൈസ്, ഇത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ളി. അപ്പോൾ ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഡിന്നർ ടൈമിലെടുത്ത് പൊരിക്കാം. എന്നിട്ട് വേണം ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഓക്കെ, സെറ്റ്. അപ്പോ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എബിന് ഫുഡൊക്കെ കൊടുത്ത്, എബിന് ഫുഡ് കൊടുക്കാൻ തന്നെ യു ഗൈസ് നോ ഒരു 1.5 മണിക്കൂറാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ മേളിൽ വന്ന് റെഡിയായി. എനിക്കൊരു ഷൂട്ട് ഉണ്ട്, ചെറിയൊരു ഷൂട്ട്, നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഷൂട്ടാണ്, വേറെ ഒന്നുമല്ല. കുറേ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ദോഹ ഖത്തറിലൊക്കെ ഇത് അവൈലബിൾ ആണോ എന്ന്, BB 1988 ബ്യൂട്ടി ക്രീം. യെസ് ഗൈസ്, ഇറ്റ് ഈസ് അവൈലബിൾ. ദോഹ ഖത്തറിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഏത് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ദോഹ ഖത്തറിൽ ഉള്ള ആൾക്കാർക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ആ നമ്പർ കൊടുത്തേക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ ഇട്ടേക്കാം. എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വന്നാൽ ഡെഫിനറ്റായിട്ട് ഞാൻ ഇടും. ബിക്കോസ് അടിപൊളിയായിട്ടുള്ള റിവ്യൂ ആണ് ഗൈസ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഭയങ്കര ചേഞ്ചസ് ആണ്. സ്കിൻ നല്ല ബ്രൈറ്റ് ആവുന്നുണ്ട്, സ്മൂത്തനിങ് ആവുന്നുണ്ട്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല റിവ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് ഇന്നത്തെ ഷൂട്ട് ചെയ്തത്. ഒരു ബ്ലാക്ക് സൽവ, ഇറ്റ്സ് ഫ്രം ഗുജറാത്ത്. അപ്പോൾ എൻ്റെ കുഞ്ഞ് അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്ത് ചെയ്യാൻ, ഫുള്ള് വലിച്ചു വാരിടാൻ. ഞാൻ ഈ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം അവൻ്റെ അടുത്ത് കൊളിച്ച് കളിക്കാനൊക്കെ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് പോവാം. ബ്രോ, നമ്മുടെ മുത്ത് എന്താ ചെയ്യണേ? ടോയ്സിൽ കളിക്കണാണോ നമ്മുടെ മുത്തേ? എന്ത് ചെയ്യും നമ്മുടെ ബേബി, നമ്മുടെ കുഞ്ഞു ബേബി എന്താ ചെയ്യണേ? ക്രോക്സ് ഒക്കെ ഇട്ട് നടക്കണാണോ? Give me a high five, Ebu. High five. എബ്രോ അവൻ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അടുത്ത കാര്യം അവൻ ചെയ്യൂല, അല്ലെങ്കിൽ അപ്പം തന്നെ ഹൈഫൈ തന്നേനെ. ഉമ്മയ്ക്ക് ഹൈഫൈ തരോ എബ്രോ? ഉമ്മ വിഷമിക്കും. ഹൈഫൈ വിഷമിക്കുന്ന പറയുമ്പോൾ അപ്പോഴും നോക്കും, അവന് ഇഷ്ടമല്ല വിഷമിക്കട്. കളിച്ചോട്ടാ നമ്മുടെ മുത്ത് ബേബി, കളിച്ചോട്ടാ. നല്ല മോണാണേ, നമ്മുടെ നല്ല കുഞ്ഞാണേ, ചക്കര മോനാണേ.
ഈ ബലൂൺ നമ്മൾ ആനുവൽ ഡേയുടെ അന്ന് മേടിച്ചത്. 4-5 മേടിച്ചിട്ടുണ്ടായിരുന്നു 3 പേർക്ക്. അപ്പോൾ പൊട്ടി ഇത് ബാക്കിയുണ്ട്. ഞാൻ കളിക്കട്ടെ. ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് ഞാൻ കൊണ്ടിട്ട് കുറച്ച് കളിക്കട്ടെ. ഗൈസ് അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു 5 മണിയായി. ഇപ്പോൾ 5 മണിയാകുമ്പോൾ പിള്ളേർ പുറത്തിറങ്ങുമല്ലോ കളിക്കാൻ. ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് സോനുമായിട്ട്. അപ്പോൾ കാണിച്ചു തരാം. ഓ സൈഗുന്റെ കാറ് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 പേര് കളിക്കാൻ പോകുന്നു ഗൈസ്. ഓ വെയിലുണ്ടല്ലോ. സൈഗു പറഞ്ഞാലോ വെയിലാറിയിട്ടില്ല. ഒരാൾ ബോള്, ഒരാൾ കാറ്. ഭയയുടെ കാറിലോട്ട് എരിയാൻ പോണേണോ? ഉന്നവെക്കണേണല്ലോ. ഭയടുത്തിരിക്ക, ഇരിക്കണില്ലേ? ഇന്നിരുന്ന് ഇരിക്കണില്ല ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, നിങ്ങളെ ക്ലിപ്പിങ്സ് കാണിച്ചു തരാം. അത് ഇതെന്താ ഇരിക്കാൻ? ഒരു ബോള് കളിക്കാനാണ് ഇന്ന് മൂഡ്. വീഡിയോ പറയൂ സൈഗു, വിശേഷം പറയൂ. കാറ് കറക്റ്റ് ആക്കിയിട്ട് ഹാപ്പി ആണോ? ഇതിന്റെ ഒരു പാർട്സ് ഡാമേജ് ആയിട്ട് ബേബി എവിടെന്നോ US എവിടെന്നോ ഒരു ഐറ്റം വർത്തിച്ചിട്ടാണ് ശരിയാക്കിപ്പിച്ചത്. എന്നിട്ട് ഒരു മാസം എടുത്ത്. അതിലെ ചാർജറിനെ കുത്തിയതാക്കും. അപ്പൊ ചാർജറിന്റെ ഇതോടുണ്ടാകുന്ന ഞാൻ വിചാരിച്ചത്. ആണോ? കുറെ ദിവസമായി കൊടുത്തത്. ഓടിച്ചോ. എബു ഇന്ന് ഫുള്ള് ബോള് കളിക്കാനുള്ള മൂഡിലാണ്. ആൻഡ് ബൈ ദ വേ ബോളാണ് അവന്റെ ഫേവറേറ്റ് ടോയ്. അത് വേറെ കാര്യം. കുറെ ബോൾസ് ഉണ്ടാവും. അപ്പൊ ഇത് ചാർജും ഇല്ല ഗൈസ്. അപ്പൊ ഇവർ എൻജോയ് ചെയ്യട്ടെ. ബേബി ജിം പോകാനുള്ള ടൈമായി. പോയാന്ന് നോക്കാം. ഒരാള് ജിം പോവാൻ വേണ്ടിട്ട് ഞാനവിടെ പിള്ളേർ കളിക്കട എടുക്കടായിരുന്നു. ജിം പോവാൻ വേണ്ടി പിള്ളേരെ പോലെ റെഡി ആയിട്ടിട്ട് ഗൈസ്. ബാഗൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പില് നമ്മുടെ പുതിയ സോനുവിന്റെ വണ്ടി. സോനു നിന്റെ വണ്ടി എടുത്തോട്ട് പോട്. വെറുതെ അല്ല, കുറച്ച് മാൻലി ആയിട്ടുള്ളത് എടുത്ത കളർഫുൾ എടുക്കാണ്ട്. ജിമ്മിലൊക്കെ പോകുമ്പോ കൊണ്ടുപോകല്ലോ. കളറാണെങ്കിൽ കുറച്ച് ലേഡീസ് ടച്ച് ആയിരിക്കും. അപ്പൊ ഒരു 5-5:30 ആകുമ്പോഴാണ് എപ്പോഴും ബേബി പോണേ. ഇന്ന് കുറച്ച് നേരത്തെ പോകുന്നുണ്ട്. 5 പോകുന്നുണ്ട്. യൂഷ്വലി ഒരു 5:15 കഴിയും അല്ലെ? 5:30 ഒക്കെ ആവും. ഇന്ന് വെയിറ്റ് ട്രെയിനിങ് ആയതുകൊണ്ട്. ഓക്കെ ബൈ. ഹൈഫൈ. ചാർജ് ഇല്ല, ചാർജ് വെക്കട്ടെ. ബൈ. ഗൈസ് ഞാൻ ഇപ്പൊ ഫ്രഷായി. ഹലോ സേ ഹലോ. നാട്ടിലിറങ്ങണ്ടപ്പോ കേക്കൂല കുറുമ്പൻ നാട്ടിൽ കിടന്ന് കിടക്കാൻ
ഇത്ര നല്ല ബെഡ് വേണം അവന്, മാറ്റ് വേണം, മാറ്റ് അല്ലേ? എന്താ കാണിക്കണേ? ആരാണത്? അതാരാ? നമ്മുടെ മുത്താണോ? നമ്മുടെ മുത്താണോ അത്? അല്ല, ഇതാണ് പണി, ഇതാണ് പണി. ബോയ്സ് മോംസ് ക്യാൻ റിലേറ്റ് ദിസ്, റൈറ്റ്? ഗേൾസും ഇങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടാ. പക്ഷെ ഇവൻ രക്ഷയില്ല ഗൈസ്, കുടുംബൻ കുടുംബൻ. ക്യാമറ തിന്നാൻ വന്ന നീ. എബു ഉറങ്ങി, എബു വാങ്ങിട്ടാ, എബു വാങ്ങി, നമ്മുടെ ബേബി വാങ്ങി. തലയിട്ടടിക്കുന്നേ. ബോൾ എവിടെ? എബുന്റെ ബോൾ കാണിച്ച, എബുന്റെ ബോൾ. Where is the ball? എബു, ouch. ബോൾ കാണിക്കാനല്ലേ പറഞ്ഞു, എന്നിട്ട് അടിക്കാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മൾ രണ്ടുപേരും കുറച്ച് ചില്ലാക്കട്ടെ. പിള്ളേര് താഴെ പഠിക്കണാണ്, ബിക്കോസ് ടുമോറോ ഇസ് ദെയർ എക്സാം. അപ്പോൾ ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞു. ബേബി ഒരു 7 ആകുമ്പോൾ വരും. 7 ആകുമ്പോൾ നമുക്ക് പോയിട്ട് നൈറ്റത്തെ ഡിന്നർ ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് സ്റ്റീർ ഫ്രൈ ആക്കി എടുക്കണം. അതുവരെ നമ്മളിങ്ങനെ കഴിച്ചിട്ട് നമ്മൾ കഴിക്കട്ടെ ഇങ്ങനെ. ഇതന്നെ പണി, ഇതന്നെ പണി, രാവിലെ തൊട്ട് ഇതന്നെ പണി. Okay guys, see you all in the kitchen. Bye. Yes, we are in the kitchen. അപ്പോ നമുക്ക് കളിക്കട്ടെ അവിടെ. നമുക്ക് ഡിന്നർ റെഡിയാക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ സെറ്റ്. നമുക്കതിൽ ഇതിൽ കുറച്ച് ബട്ടറാണ് ഇട്ടിട്ടുള്ളത്, അത് നമുക്ക് വെച്ചു കൊടുക്കാം. Guys, and the dinner is ready. ഇന്ന് ഗ്രീൻസ് വന്നെടുത്തിട്ട് ബിക്കോസ് ഉച്ചയൊക്കെ കഴിച്ചായിരുന്നല്ലോ നിങ്ങൾ ചീര. പിന്നെ ഇന്ന് നിങ്ങൾ എഗ്ഗ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഐ ഗിവ് യു എഗ് ആൻഡ് ചിക്കൻ. ഈ മെത്തഡ് ആരാണ് ആക്കിയത്? നമ്മളിങ്ങനെ അവിടെ കഴിക്കണം, പ്ലെയിൻ ആയിട്ട് കഴിക്കൂല. നല്ല ടേസ്റ്റാ. പ്ലെയിൻ ആയിട്ട് മടുക്കും നമുക്ക്, ഇങ്ങനെ ആകുമ്പോൾ ഒരു ഫ്ലേവർ ഉണ്ടാവും. ഗൈസ്, ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞു. കുറച്ച് നേരം അവിടെ ഇരുന്നായിരുന്നു. ഇപ്പം ആക്ച്വലി ഉറങ്ങാനുള്ള ടൈമാണ്. ആക്ച്വലി കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഉറങ്ങാൻ പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. നമുക്കിനി ഇൻഷാ അല്ലാഹ് നാളെ കാണാം. എനിക്കൊരു നല്ല ഉറക്കം വന്നിട്ട് ഐ എം വെരി ടയർഡ് ഓൾസോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. Bye.